ഫ്രഷ് കട്ട് സംഘർഷത്തിൽ ഒരാൾ കൂടി പിടിയിൽ. കൂടത്തായി പൂവോട്ടിൽ സുഹൈബാണ് പോലീസ് കസ്റ്റഡിയിലായത്. ഇതോടെ സംഘർഷത്തിൽ പിടിയിലായവരുടെ എണ്ണം 10 അതേസമയം ഫ്രഷ് കട്ട് ഫാക്ടറിക്ക് നേരെ അക്രമം നടത്തിയ സംഭവത്തിലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഫാക്ടറി ഉടമകൾ പുറത്തുവിട്ടു. രമ്യ ദാസ് ചേരുന്ന വിവരങ്ങളുമായി. രമ്യ, ഫ്രഷ് കട്ട് സംഘർഷത്തിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു. സുഹൈബാണ് പോലീസ് കസ്റ്റഡിയിലായത്. ഇതോടെ സംഘർഷത്തിൽ പിടിയിലായവരുടെ എണ്ണം 10 ആകുന്നു. പക്ഷേ നമുക്കറിയാം, ആക്രമണകാരികൾ ഇനിയും നിരവധി പേരുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ അറസ്റ്റിലേക്ക് പോകാനുള്ള സാഹചര്യം തന്നെയാണോ ഇപ്പോഴും? തീർച്ചയായും രോഹിണി, ഈ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം 365ഓളം പേർക്കെതിരെയാണ് നിലവിൽ പോലീസ് FIR ഇട്ടിട്ടുള്ളത് ഈ അക്രമവുമായി ബന്ധപ്പെട്ട്. നിലവിൽ ഇപ്പോൾ കൂടത്തായി പൂവോട്ടിൽ ഷുഹൈബാണ് അറസ്റ്റ് ആയിട്ടുള്ളത്. നിലവിൽ ഇയാളെ കൂടി ചേർക്കുമ്പോൾ 10 പേരാണ് നിലവിൽ ഇത്ര ദിവസത്തിനുള്ളിൽ പോലീസ് കസ്റ്റഡി എത്തിയിട്ടുള്ളത്. അതേസമയം ഈ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട്, ഈ അക്രമവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ CCTV ദൃശ്യങ്ങളാണ് ഉടമകൾ ഇന്ന് പുറത്തുവിട്ടിട്ടുള്ളത്. നേരത്തെ ഇത്തരം ദൃശ്യങ്ങളെല്ലാം, ഈ CCTV ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. ഈ മുഖം മറച്ചുകൊണ്ട് ആയുധധാരികളായ കുറച്ചുപേർ ഈ ഒരു ഫ്രഷ് കട്ടിലേക്ക് ഇരച്ചു കയറുകയും CCTV അതുപോലെ തന്നെ അവിടെ ഫാക്ടറിക്കകത്തെ മിഷനറീസ് എല്ലാം തല്ലി തകർക്കുന്ന വിഷ്വൽസ് ആണ് മുൻപും പുറത്തു വന്നിട്ടുള്ളത്. ഇത്തരം വിഷ്വൽസ് തന്നെയാണ് നിലവിൽ ഇപ്പോഴും ഈ ഉടമകൾ പുറത്തുവിട്ടിട്ടുള്ളത്. എന്നാൽ ഈ ഫാക്ടറിക്ക് തീ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. ഈ മുഖം മറച്ചെത്തിയവർ ആരാണ് എന്നുള്ളതാണ് നിലവിൽ ഇനിയും പോലീസിനും ഉൾപ്പെടെ വലിയ തോതിലുള്ള ഒരു ആശയക്കുഴപ്പത്തിന് കാരണമാകുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസം മഞ്ചേരി സ്വദേശിയായ ഒരാൾ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇയാൾ സമരസമിതിയിലുള്ള ആളല്ല എന്നുള്ളതാണ് സമരസമിതിയിലെ അംഗങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് CPI ഉൾപ്പെടെ ഈ വിഷയമായി രംഗത്ത് വന്നിരുന്നു. അതായത് STPയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതിൽ സമരക്കാരല്ല ഇത്തരത്തിലൊരു അക്രമം നടത്തിയതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ വീണ്ടും തുടരുകയാണ്. ഇതിൽ STPI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇരച്ചു കയറുകയും ഇത്തരത്തിലൊരു അക്രമം നടത്തിയതുമാണോ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇനി പുറത്തു വരാനുള്ളത്. എന്ത് തന്നെയായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി, ശരി. ഫ്രഷ് കട്ട് സംഘർഷത്തിൽ ഒരാൾ കൂടി പിടിയിൽ. രമ്യ ദാസാണ് വിവരങ്ങൾ നൽകിയത്.